ഹായ് ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അച്ചൂസ് കറി പൗഡേഴ്സിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു നാടൻ മഞ്ഞൾപ്പൊടിയെ പറ്റിയുള്ള ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു, നാടൻ മഞ്ഞൾപ്പൊടിയെ പറ്റി. പക്ഷേ ഞാൻ ഇപ്പോഴേ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നതിനാൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞളിനെ പറ്റി പറയണം. അപ്പം മഞ്ഞളെന്ന് പറഞ്ഞാൽ അഗ്മാർക്ക് രജിസ്റ്റർ ചെയ്ത മഞ്ഞളുണ്ട്, അതല്ലാത്ത നോർമലുള്ള മഞ്ഞളെന്ന് നിങ്ങൾക്ക് കാണാം. ഇത് നോക്കിക്കോളും. ഇത് ഞാൻ പർച്ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഗ്മാർക്ക് രജിസ്ട്രേഷനുള്ള മഞ്ഞളുകളാണ് നമ്മൾ സ്വതവേ പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പം ഇത് കണ്ടില്ലേ, ഈ ഇത്തരം മഞ്ഞളുകൾ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇതിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ വളരെ മോശമായിരിക്കും. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ളത്, അഗ്മാർക്കിൻ്റെ സർട്ടിഫിക്കേഷനുള്ള മഞ്ഞളുകളാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് അഗ്മാർക്ക് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ്. ഈ ഉൽപ്പന്നത്തിൻ്റെ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ട് അഗ്മാർക്ക്. ഈ അഗ്മാർക്ക് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ അടയാളമാണ് ഈ അഗ്മാർക്ക് ഉണ്ടാവുന്നത്. അത് അഗ്രികൾച്ചറൽ മാർക്ക്, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉപഭോഗം ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂന്നാം കക്ഷിയായിട്ട് ഗ്യാരണ്ടി കൊടുക്കുന്നതാണ് അഗ്മാർക്ക്. അപ്പം ഇത് നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്നത് പറഞ്ഞാൽ നമ്മൾ തെലങ്കാനയിലെ നിസാമാബാദാണ്. അത് പണ്ടത്തെ ഇന്ദ്രപുരി എന്ന് പറയും. രണ്ടാമത്തേതെന്ന് പറയുന്നത് ആണ് ഏറ്റവും വലിയ മാർക്കറ്റ് തമിഴ്നാട്ടിലെ ഈറോഡാണ്. ഈറോഡിൽ എന്ന് പറഞ്ഞാൽ സെമ്മപ്പാളയം എന്ന് പറഞ്ഞാൽ ടെർമറിക് കോംപ്ലക്സ്, അതാണ് രണ്ടാം സ്ഥാനങ്ങൾ. ഇത് രണ്ടും നമ്മളെ സൗത്തിലാണുള്ളതെന്നാണ് ഇതൊരു പ്രത്യേകത. ഈ മഞ്ഞളുടെ ഉൽപ്പാദനവും വിപണനമുള്ള സ്ഥലം. അതായത് നിങ്ങൾക്ക് കാണാം ഈ മഞ്ഞളിൻ്റെ ഗുണങ്ങളൊക്കെ. ഇതാ കണ്ടില്ലേ, ഞാനിത് ഒരു പീസ് ഇതാ എടുത്തിരിക്കുന്നത്. ഇതാ ഉണ്ടാവും. ഇതിൽ ശരിക്കും നല്ല ഇതിൻ്റെ കുറുക്കുമിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഉള്ള സാധനം തന്നെയാണ്. ഇത് സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റാണ്. അതേസമയം ഇത് കണ്ടില്ലേ, ഇത് ഒട്ടാകെ ഒരു അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതിൽ കാണുന്നത്. ഇതാ ഇതിൻ്റെ രൂപം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൽ എന്ന് പറഞ്ഞാൽ മഞ്ഞളിൻ്റെ നമുക്കൊരു ആൻറ്റിബയോട്ടിക്കായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഗുണങ്ങളൊന്നും ഇതിനില്ല. ഞാനിതെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കുന്ന ഇതിൻ്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗ്രേഡിങ്ങും നിലവാരം സ്ഥിരീകരിക്കാനുള്ള ഒരു സർട്ടിഫിക്കേഷൻ്റെ അടയാളമാണ് ഈ അഗ്മാർക്ക് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞാൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1937 നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഇന്ത്യ ഗവൺമെൻറ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, അതായത് ഗ്രേഡിങ് ആൻഡ് മാർക്കിംഗ് എന്ന് വിളിക്കുകയും പിന്നീട് കൂടുതൽ സാധനങ്ങൾ. അപ്പോൾ അത് ആദ്യം എന്ന് പറഞ്ഞാൽ ചെറിയ സാധനങ്ങൾ മാത്രമാണ് ഇത് അഗ്മാർക്കിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നീട് ഉൽപ്പന്നങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ എന്ന് പറഞ്ഞാൽ 1986 അതൊരു ഗവൺമെൻറ് ഒരു അമെൻമെൻറ്റ് ചെയ്തു. അങ്ങനെ പിന്നീട് കുറേ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് അത് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി നിർണ്ണയിക്കുന്നതിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതായത് ഒന്ന് തന്നെ നമ്മൾ ISI ആണ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ സ്ഥാപനം ഉൽപ്പന്നങ്ങളുടെ നിലവാരമുള്ളതാക്കുന്നതും ISI മാർക്ക് ഉൽപ്പന്നങ്ങൾക്ക് നല്ല നിലവാരമുള്ള ആധികാരികത ഉറപ്പാക്കുന്ന ഒരു സംഗതിയാണ് ISI. അതായത് അഗ്മാർക്ക് എന്ന് പറയുന്നത് ഇത് കാർഷിക വിപണനത്തിൽ മാത്രമാണ്. പിന്നെ മറ്റൊന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഓഫ് മാർക്കറ്റിംഗ്. അതായത് അഗ്മാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ കൃഷി, സഹകരണ, കർഷക ക്ഷേമ വകുപ്പ്, കാർഷിക ക്ഷേമ മന്ത്രാലയം, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കീഴിലുള്ള അത് ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് വിജ്ഞാനം ചെയ്യുന്ന ഗ്രേഡ് സ്റ്റാൻഡേർഡിന് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പിക്കുന്ന ഒരു കാർഷിക ഉൽപ്പന്നങ്ങളുടെ സർട്ടിഫിക്കേഷൻ മാർക്കാണ് അഗ്മാർക്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ അത്രയും നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള മഞ്ഞൾ പൊടികളാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ വലിപ്പത്തിലും അതിൻ്റെ സൈസെല്ലാം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതും നോക്കിക്കോളൂ. ഇത് രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടോ. അപ്പോൾ ഇതും മാർക്കറ്റിൽ വിപണനത്തിലുള്ളത് കച്ചവടക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ പറഞ്ഞാൽ ഗുണമുള്ള കാര്യം. എന്താണെന്ന് പറഞ്ഞാൽ
ഈ എഗ് മാർക്ക് രജിസ്റ്റർ ചെയ്ത മഞ്ഞളും ഈ ഒരു പിന്നെ മഞ്ഞളും തമ്മിൽ പ്രൈസിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കമ്പനിക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞൾ യൂസ് ചെയ്യും. പക്ഷേ ഡൊമസ്റ്റിക്കായിട്ട് നമ്മൾക്ക് വീട്ടുകാർക്കും വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന മഞ്ഞൾ ഇതാണ്. എഗ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ മഞ്ഞളെല്ലാം നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇത് സൂക്ഷിച്ച് നോക്കിയിട്ട് വാങ്ങിക്കുക. ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതിനാണ് ഗുണനിലവാരം കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ പറയും ഈ എഗ് മാർക്ക് രജിസ്ട്രേഷനുകൾ അതാണ് ഈ സാധനം. ഞാൻ ആ എഗ് മാർക്ക് രജിസ്ട്രേഷൻ്റെ ഇത് സ്ലിപ്പ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ കാണിച്ചു. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാണ് നമ്മൾ എഗ് മാർക്കിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഇതാക്കണ്ടല്ലേ. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചതിൻ്റെ ഇതാണ്. ഞാനെന്ന് പറഞ്ഞാൽ മിക്കവാറും എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്, ഞങ്ങൾ പൗഡറാക്കാൻ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ റോ മെറ്റീരിയൽ ഈ സാധനങ്ങളാണ്. ഇതിനെന്ന് പറഞ്ഞാൽ അതിൻ്റേത് മഞ്ഞളെ കുടിച്ചാൽ മഞ്ഞളൊക്കെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ആ പൗഡറിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പം ഇത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.